നടുപ്പിൻ നായകൻ സൂര്യയുടെ ഇന്നലെ ഇറങ്ങിയ സിനിമയാണ് കറുപ്പ്. എനിക്ക് ആ സിനിമ കണ്ടപ്പം മോശമായിട്ട് തോന്നിയില്ല. ഒരു തവണ കണ്ടുകൊണ്ടിരിക്കുക, ഒരു 10-15 കൈയിടിയൊക്കെ നേടുന്ന സീനുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ക്ലാസ് സിനിമയെ സൂര്യയും വിക്രവും ഒക്കെ അഭിനയിച്ച പിതാമഹനോ അല്ലെങ്കിൽ സൂര്യ ഗംഭീരമായിട്ട് അഭിനയിച്ച നന്ദയോ അങ്ങനെയുള്ള സിനിമകളൊന്നും ക്ലാസ് പടമൊന്നും കാണാൻ വേണ്ടി ആൾക്കാർ പോരും. സൂര്യയിൽ നിന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസ് എന്റർടൈനർ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ 50%, 100% നമ്മൾ പറയുന്നില്ല, 50% ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. കുറേ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോലും, സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ പോലും സൂര്യ കസറിയിട്ടുണ്ട് കറുപ്പ്. അതിൻ്റെ കളക്ഷൻ അതുപോലെ ഗംഭീരമായിട്ടുണ്ട്. 2026 ഇതുവരെ ഇറങ്ങിയ തമിഴ് പടങ്ങളിൽ ടോപ്പ് കളക്ഷനാണ്. ആദ്യത്തെ ദിവസം തന്നെ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നിന്നു. അതിനേക്കാട്ടും ഏറ്റവും വലിയ നേട്ടം ഡേ 1 ഒരു മോശം സിനിമ ആയിരുന്നു. ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ കങ്കോ പോലുള്ള പടം ആദ്യത്തെ ഷോ കൊണ്ട് തന്നെ ഇരുന്ന് പോയി. ഇത് ഡേ 2 30 കോടിക്ക് മുകളിൽ ഏകദേശം 2 ദിവസം കൊണ്ട് ഏകദേശം 65 കോടിക്ക് അടുത്ത് കളക്ഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2-3 ദിവസം കൊണ്ടൊക്കെ ഞായറാഴ്ച പിന്നിടുമ്പോൾ തന്നെ 100 കോടിയിലോട്ട് എത്തും. അതായത് നമ്മൾ എത്ര നെഗറ്റീവ് ആര് പറഞ്ഞാലും ഒരു പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോളം ഉണ്ടെങ്കിൽ അത് കയറി അറ്റടിക്കുന്നത്. തമിഴ്നാട്ടിൽ നല്ല കളക്ഷനാണ്, ഓവർസീസിൽ നല്ല കളക്ഷനാണ്, കേരളത്തിൽ പോലും അത്യാവശ്യം നല്ല കളക്ഷൻ കുറേ നാളിന് ശേഷം സൂര്യയുടെ പടത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് സൂര്യ എപ്പോഴും മാസ് ഹീറോ തന്നെയാണ് എന്നത് തെളിയിക്കുന്നതാണ്. ഞാൻ സൂര്യ ഫാനൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിലൊന്നാണ്. വലിയ ഗംഭീരമൊന്നല്ല ഞാൻ പറഞ്ഞത്, തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. നല്ല ആഘോഷമായിട്ടൊക്കെ അത്യാവശ്യം സീനുകളൊക്കെ എടുത്തിട്ടുണ്ട്. കൈയടിച്ചൊക്കെ ഇരിക്കാവുന്ന സൂര്യ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എന്തായാലും കറുപ്പ് ഗംഭീര കളക്ഷനായിട്ട് മുന്നോട്ട്.